ഇവിടെയുള്ള മുഴുവൻ നമ്മുടെ ഇവിടെ നിക്ഷേപിക്കുന്ന മുഴുവൻ പാവങ്ങളുടെ 1 രൂപയാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ കൊണ്ട് നിക്ഷേപിക്കരുതെന്ന് ഞാൻ മുമ്പേ ഇറങ്ങിയെന്ന് പറയും. നമ്മളെ കൂടെ ഉള്ളവർ തന്നെയാണ് നമ്മളെ ചതിച്ചത്. BSNL വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് BSNL സൊസൈറ്റി നിക്ഷേപിച്ചത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ സഹകരണ സംഘം, നമ്മൾ വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ നിസ്സഹകരണ സംഘം. നമസ്കാരം. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച് പറ്റിക്കപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. 235 കോടിയോളം വരുന്ന നിക്ഷേപത്തുകയാണ് പ്രസിഡന്റ് ഗോപിനാഥനും ക്ലർക്ക് രാജീവും സെക്രട്ടറി പ്രദീപും കൂടി മുക്കിയത്. സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും വഞ്ചിയൂർ, മണക്കാട്, വിഴിഞ്ഞം തുടങ്ങി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഏക്കർ കണക്കിന് വസ്തുക്കളും വീടുകളുമാണ് ഇവർ സ്വന്തമാക്കിയത്. തട്ടിപ്പിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നതിന് ശേഷമാണ് അന്വേഷണത്തിന് ജീവൻ വെച്ചത്. സെക്രട്ടറി പ്രദീപിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാജീവും ഗോപിനാഥനും ഇപ്പോഴും ഒളിവിലാണ്. ഒളിവിലായ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിരുന്നെങ്കിലും കോടതി തള്ളുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപിനാഥിൻ്റെയും രാജീവിൻ്റെയും ബന്ധുക്കളെ അടക്കം വസ്തുവകകൾ സഹകരണ വകുപ്പ് കണ്ടുകെട്ടിയിരുന്നു. പ്രതികൾ കൺമുമ്പിലുണ്ടായിരുന്നിട്ടും അവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള അവസരമൊരുക്കി കൊടുത്തു എന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിനാണ്. ക്രൈംബ്രാഞ്ചിലെ ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്. സാമ്പത്തിക ക്രൈമുകൾ അന്വേഷിക്കുന്ന ടീമാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഒരു പ്രതിയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോഴും മറവിലാണ്, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ആദ്യത്തെ ഈ ഒരു അന്വേഷണം നിങ്ങൾ തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിരിക്കുന്നത്. സാമ്പത്തിക വിങ്ങാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇപ്പം നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഏകദേശം 2-2.5 മാസത്തോളം പ്രതികൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ചുറ്റി നടന്ന് നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നപ്പം അവരെ ഒരിക്കലെങ്കിലും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയോ അവരെ നമുക്ക് എല്ലാ രീതിയിലും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പം പ്രതികളെ തപ്പി നടക്കുന്ന സാഹചര്യം കൊണ്ടെത്തിച്ചതിന് ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അതിനൊരു മറുപടി ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഭയങ്കര നിരാശയുണ്ട്. ഇപ്പോഴും ഒളിവിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. അത് നമ്മുടെ മുന്നിലുണ്ടായിരുന്നല്ലോ 3 മാസം, അതൊന്ന്. പിന്നെ രണ്ടാമത് എല്ലാവരുടെയും പ്രായാധിക്യവും പിന്നെ ഞങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റോടെ ഇട്ട് കഴിഞ്ഞത് ഇതൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ലക്ഷ്യവും. ആ പ്രായമായവർ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവരങ്ങ് ഇല്ലാതാവും. പിന്നെ ഇത് തരാതെ തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു കേസായിട്ട് അവശേഷിക്കും എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊളിച്ചെടുക്കും. പിന്നെ ഈ നിക്ഷേപം എന്ന് പറയുന്ന സൊസൈറ്റികളിൽ ഈ സൊസൈറ്റിക്ക് മാത്രമല്ല എല്ലാ സൊസൈറ്റിയിലും ആളുകൾ നിക്ഷേപിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ. എങ്കിൽ പിന്നെ സൊസൈറ്റിയെ ഗവൺമെൻറ് നിരോധിക്കണം. ഈ സൊസൈറ്റി മാത്രം ഒരു സൊസൈറ്റികളിൽ ആരും പൈസ ഇടാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവരണം. ഞങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിൽക്കുന്നത്, സൊസൈറ്റിയിൽ പൈസ എല്ലാ മനുഷ്യർക്കും ഇതൊരു അനുഭവമായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഡെപ്പോസിറ്റിന് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ നമ്മുടെ ഇവിടെ നിക്ഷേപിക്കുന്ന മുഴുവൻ പാവങ്ങളുടെ 1 രൂപയാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ കൊണ്ട് നിക്ഷേപിക്കരുതെന്ന് ഞാൻ മുമ്പേ ഇറങ്ങിയെന്ന് പറയും. സൊസൈറ്റി കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റിയും കിട്ടില്ല, നമുക്ക് ഒരു ഭാഗത്തുനിന്നൊന്നും കിട്ടില്ല. അവസാനം ക്രൈംബ്രാഞ്ച് പോലീസ് എന്ന് പറഞ്ഞ് വയസ്സുകാലത്ത് കയറി ഇറങ്ങി നടക്കുന്നുള്ള എന്ത് ന്യായമാണുള്ളത്? ഇത് നടക്കുന്ന കാര്യമാണ്. സൊസൈറ്റിയിൽ ഇട്ടവരെല്ലാം നിക്ഷേപം പോയാൽ നമ്മളതിൻ്റെ പുറകെ നടക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതൊരിക്കലും പ്രാക്ടിക്കലല്ല. നമ്മൾ കുറേ ചാനലുകളുടെ പുറകെ, പത്രമാധ്യമങ്ങളുടെ പുറകെ, മീഡിയ, അതിനൊക്കെ ഒരു പ്രായമില്ലേ? ഈ പ്രായം നമുക്ക് എത്രയും വേഗം, അത് നിയമം മൂലം ഇവരെ വേഗം അറസ്റ്റ് ചെയ്ത് ഈ കണ്ടുകെട്ടൽ നടപടികൾ സ്പീഡാക്കുകയും കണ്ടുകെട്ടിയത് നമുക്ക് തിരിച്ചു തരാനുള്ളത് സ്പീഡാക്കുകയും ചെയ്യണം, ഒന്നാമത്തെ ആവശ്യം. പിന്നെ ഇന്നിപ്പോൾ പുതിയൊരു മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്, ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. നിക്ഷേപകർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് അവകാശം കൊടുത്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നതിൻ്റെ താമസം ഒഴിവാക്കണം. ഉന്നത തല യോഗം 21-ാം തീയതി ചേരുന്നു എന്ന് കേട്ടായിരുന്നു. ഇത് ചേർന്ന് കഴിഞ്ഞാൽ അതിന് ആ ഡേറ്റ് തൊട്ടേ ഇത് പ്രാബല്യത്തിൽ വരുമോ ഉള്ളതാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്ന് വെച്ചാൽ പൊതുജനത്തിൻ്റെ കൂടെ നിൽക്കുന്ന, നമ്മൾ റിട്ടയർ ചെയ്തു ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്കൊരു BSNL വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് BSNL സൊസൈറ്റി നിക്ഷേപിച്ചത്. അതർവൈസ് ഞാൻ ഒരിക്കലും ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റി ഇടില്ലായിരുന്നു, ഒരു സൊസൈറ്റിയിൽ ഇടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ കരുവന്നൂർ സൊസൈറ്റി മുങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു BSNL സൊസൈറ്റി സേഫാണ്. അപ്പോൾ ഒരു സൊസൈറ്റി സേഫ് അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരുപാട് സൊസൈറ്റി തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അത് തേഞ്ഞു വാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ദുഃഖം പോയവർക്ക് മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പറ്റില്ല. ഇതിൽ ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കണം. ഇത് സ്പീഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ക്രൈംബ്രാഞ്ചിൽ വന്നിട്ട് നിങ്ങളുടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു നിങ്ങൾ നമ്മൾ 10-36 വർഷമായിട്ട് ജോലി ചെയ്ത് നമുക്ക് ഗവൺമെൻറ് അവസാനമായിട്ട് നമ്മുടെ ജോലിക്ക് വേണ്ടി തന്ന സമ്പാദ്യം മുഴുവനോടെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടത്.
ഇത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. നമ്മളിവിടെ ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷം നമുക്ക് കുറേ ആശ്വാസം കിട്ടി. ഇത്രയും ദിവസം നമ്മൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്പോൾ സാറ് നമുക്ക് നല്ല ഉറപ്പ് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി മാക്സിമം നിൽക്കാമെന്നുള്ള രീതിയിൽ. നമുക്കിനി ഒരു സമ്പാദ്യം ആരും തരാനില്ല. നമുക്ക് എല്ലാ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഡോക്ടറെ കണ്ടെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും എല്ലാം. പിന്നെ നമ്മൾ ഈ സൊസൈറ്റി കൊണ്ടുവന്ന് പൈസ ഇട്ടത് തന്നെ ഈ സൊസൈറ്റി നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിൻ്റെയാണ്, നമ്മുടെ കൂടെയുള്ളവരാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരെയൊക്കെ വിശ്വസിച്ചും കൂടെയാണ് നമ്മളിതിൽ പൈസ ഇട്ടത്. ഇപ്പോൾ അവരെല്ലാം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പൈസകളൊക്കെ തിരിച്ചെടുത്തിട്ട് നമ്മളെ തെരുവിലിറക്കി. ഇപ്പോൾ അവർക്ക് ആർക്കും ഒരു 5 പൈസ ഡെപ്പോസിറ്റും ഇല്ല. അവർ എന്താ വിചാരിച്ചാൽ ഇത് ഈ സൊസൈറ്റിയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറിയത്. നമുക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ കൂടെ ഉള്ളവർ തന്നെയാണ് നമ്മളെ ചതിച്ചത്. അതുകൊണ്ട് ഇത് സൊസൈറ്റി എന്നുള്ള ഈ എൻജിനീയേഴ്സ് BSNL എൻജിനീയേഴ്സ് എന്നുള്ള ആ സൊസൈറ്റി എന്നുള്ള പേരിലാണ് നമ്മൾ പൈസ ഇട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള വിശ്വാസമേ ആളുകൾക്ക് നഷ്ടപ്പെടും. കാരണം നമ്മൾ അത്രയും വിശ്വാസത്തോടു കൂടി ഇത്രയും നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇട്ട പൈസയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ എവിടെ നഷ്ടപ്പെട്ടുകൂടാ? വഞ്ചിയൂർ പോലീസിന് ഏകദേശം 3 മാസം സമയമുണ്ടായിരുന്നു ഈ തിരുവനന്തപുരം സിറ്റി കൂടെ ചുറ്റി കളിച്ചിരുന്ന ഗോപിയും രാജീവിനെയൊക്കെ പിടിക്കാൻ. നമ്മൾ തന്നെ അവരെ അമ്പലമുറ്റത്തും ഒക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ. പക്ഷേ അവരാരും പിടിച്ചില്ല. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ചിന് മാറി. ഇപ്പം ഇന്ന് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഇതിന് റെസ്പോൺസിബിളായിട്ടുള്ള അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം വളരെ പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ സ്കാം തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്ന 2 പേര് ഗോപി രാജീവ്. ഇത് മാത്രമല്ലല്ലോ, വേറെ ആൾക്കാരുണ്ടല്ലോ. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള എല്ലാ 10 മെമ്പേഴ്സും ഈക്വലി റെസ്പോൺസിബിളാണ്. ഗോപിയെ ഗോപി എന്നാണ് ഇവരൊക്കെ പരിചയപ്പെടുത്തിയത്. ഈ ഗാന്ധി ഗോപിക്ക് 100 കോടി മുക്കാവെങ്കിൽ പിന്നെ അല്ലാത്തവർക്കും ഇതുപോലെ മുക്കാവെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദേ ആർ ഓൾ റെസ്പോൺസിബിൾ. ഇപ്പം സർവീസിലിരിക്കുന്നവർക്ക് എഗെയിൻസ്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം, അവരെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ AR ഗോപിനാഥൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഇയാളെ 1990 മുതൽ പരിചയമുള്ളതാണ്. ഞാനും ഇയാൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് അവിടെ ഏകദേശം നമ്മുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്. അപ്പോൾ അവിടെ ഒരു 106 സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. അതിലൊരു 60% ഇയാളെ വിശ്വാസമില്ല അവിടെ സൊസൈറ്റിയിൽ നിക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ട്രാൻസ്ഫർ വന്ന്. അന്ന് എനിക്ക് ഒരു ചെറിയൊരു എമൗണ്ട്, അന്നത്തെ കാലം ഒരു 10,000 രൂപ മറ്റോ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് GPF ട്രാൻസ്ഫർ വന്ന പൈസ അന്ന് മുതലാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. ഞാനും എൻ്റെ വൈഫും കൂടെ അങ്ങനെ ഉള്ള സമ്പാദ്യം മുഴുവൻ. എന്നിട്ട് ഇയാളെ ഞാൻ കരുവണ്ണൂരിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇയാളോടൊക്കെ ചോദിച്ചു, സാറേ നമ്മുടെ ഈ സൊസൈറ്റിക്ക് വല്ല പ്രശ്നം വരുമോ, നമ്മളെ ഇട്ട പൈസയ്ക്ക് ഒരു സേഫ്റ്റി ഉണ്ടാവുമോ? പ്രേമൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ജീവനോട് ഉള്ള കാലത്തോളം നിങ്ങളെ പൈസയ്ക്ക് സെക്യൂരിറ്റിയാണ്, തീർച്ചയായിട്ടും തരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളെ ഞാൻ പലതവണയും കോൺടാക്ട് ചെയ്ത് പിന്നെ പല ശ്രമം നടത്തിയിട്ടും ഇയാൾ ഒരു ചെക്ക് തന്ന് അത് ബൗൺസായി. 5 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് തന്ന് ബൗൺസായിട്ട്. എന്നിട്ട് ഞാൻ സൊസൈറ്റിയിൽ കയറി ഇറങ്ങി 50,000 1 ലക്ഷം വീതം വാങ്ങി ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം പോയിട്ട് 5 പ്രാവശ്യം ഒന്നും തന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇന്ന് ഇൻട്രസ്റ്റ് വാങ്ങാൻ ആളില്ലെങ്കിൽ ആ പൈസ മിച്ചം വരികയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ തരാമെന്ന് പറയും. അങ്ങനെ വാങ്ങി ഞാൻ 5 ലക്ഷം ബൗൺസായ ചെക്ക് തിരിച്ച് കംപ്ലീറ്റ് ആയി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സഹകരണ സംഘം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ സഹകരണ സംഘം, നമ്മൾ വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ നിസ്സഹകരണ സംഘം. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഒരു സർക്കാർ സ്ഥാപനത്തിനകത്ത് പ്രവർത്തിച്ച സൊസൈറ്റിയുടെ കാര്യം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മറ്റ് സൊസൈറ്റികളുടെ കാര്യം എന്താവും? കേരളം ഒട്ടുക്ക് മുക്കിന് ഇഷ്ടം പോലെ സൊസൈറ്റികൾ മുളച്ചു വരികയാണ്. സർക്കാർ ഇതിൻ്റെ ഈ ഒന്നുകിൽ ഈ സൊസൈറ്റികളെ നിരോധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കൾപ്രിറ്റ്സിന് എന്താ പറയുക, അതിൻ്റെ ഭരണത്തിൽ ഒരു ശരിയായ ഒരു ഡയറക്ഷൻ ഉണ്ടാവണം. അത് അല്ലാതെ തോന്നിയ മാസം എന്തെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള തരത്തിൽ മുളച്ചു വരാൻ പാടില്ല ഇനിയെങ്കിലും. ഇഷ്ടം നിലവിൽ ഈ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ പണം നിക്ഷേപിക്കുന്നവരുടെ അവരുടെ ആ സമ്പാദ്യത്തിന് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് പറയാം. പക്ഷേ ഇങ്ങനെ സൊസൈറ്റികൾ മുളച്ചു പൊങ്ങുന്നതിന് ഒന്നുകിൽ സർക്കാർ നിരോധിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇതിന് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും പൗരൻ്റെ സ്വത്തിന് ഉള്ള ഒരു സംരക്ഷണം പോലെ ഇതിൽ ലൂപ്പ് ഹോൾ ഇല്ലാതെ അവരുടെ നിക്ഷേപം തിരിച്ച് അവർക്ക് കിട്ടണം. ഇപ്പം ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഉണ്ട് കൺട്രോൾ ചെയ്യാനും അത് നിരീക്ഷിക്കാനും എല്ലാം. അതുപോലെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു കൺട്രോളും ഇപ്പോൾ സൊസൈറ്റിക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് BSNL എഞ്ചിനീയർ സൊസൈറ്റിയുടെ ഈ 230 കോടിയോളമുള്ള സ്കാം. ഒരു കാര്യം കൂടിയുണ്ട്, ഇവർ 2 പേരും ഡിസ്ട്രിക്ട് കോർട്ടിൽ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, പക്ഷേ അത് ബെയിൽ സാങ്ഷൻ ചെയ്തില്ല, റിജക്റ്റ് ചെയ്തു.
ഇപ്പോൾ അവർ രണ്ടുപേരും ഹൈക്കോടതിയിലേക്ക് പോയേക്കുവാണ്. ഈ ഞങ്ങളുടെ പാവപ്പെട്ട ഞങ്ങളുടെ മുഴുവൻ പൈസ തട്ടിയെടുത്ത് ഇവർക്കൊക്കെ വേണ്ടി ലക്ഷങ്ങൾ വാങ്ങിച്ചുള്ള വലിയ വലിയ അഡ്വക്കേറ്റ്സാണ് ഇവർക്കൊക്കെ വേണ്ടി വാദിക്കുന്നത്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഒരു കോമ മാറ്റിയപ്പോഴത്തേക്കും ഹാങ് ചെയ്യാൻ പറഞ്ഞ ആളിൻ്റെ ഹാങ് ചെയ്യാതെ ലെറ്റ് ഹിം ലീവ് എന്നായി. അതുപോലെ ചെയ്യാൻ, അതുപോലെ വാദിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റുമാരെയാണ് ഇവർ സമീപിച്ചിട്ടുള്ളത്, ലക്ഷങ്ങൾ കൊടുത്തിട്ട്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വക്കീൽ പറയുന്നതിനെ, ഞങ്ങൾ പ്രോസിക്യൂട്ടറെ എല്ലാം പറയുന്നതിനെല്ലാം വളച്ചൊടിക്കാനും ഒരു ചെറിയ ലൂപ്പ് ഹോൾ കിട്ടിയാൽ അതിൽ പിടിച്ചു കയറാനും കഴിവുള്ള വക്കീലുമാരാണ് ഇവർക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ജാമ്യം കിട്ടും. ഇവർക്ക് ജാമ്യം കിട്ടിയാൽ ഇവരുടെ ഗുണ്ടകളും ഇതെല്ലാം വീണ്ടും സജീവമാവും എന്നുള്ള ഒരു തോന്നലുണ്ട്. കാരണം എന്താ ശരിക്കും ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് സർക്കാർ, അല്ലെങ്കിൽ എന്ത് സംവിധാന മാറ്റമാണ് ഇന്ന് വേണ്ടത്? സൊസൈറ്റികളുടെ മേലിൽ കൂടുതൽ കൺട്രോൾ വേണം. ഇപ്പം തന്നെ ആജീവനാന്തം എന്ന് പറഞ്ഞ പോലെ ഒരാൾ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ തന്നെ മാറണം. 33 വർഷമായിട്ട് സൊസൈറ്റിയുടെ ഭരണാധികാരിയായിട്ടിരിക്കുകയാണ്. അത് തന്നെ മാറണം. പിന്നെ പറയുന്നത് BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി, ഈ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം BSNL എഞ്ചിനീയേഴ്സ് സൊസൈറ്റി എന്നാണ് സൊസൈറ്റിയുടെ പേര്. പക്ഷേ റിട്ടയേർഡ് ആളാണ് ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ റിട്ടയേർഡ് ആൾക്കാരാണ്. അതൊക്കെ ഒരു കാര്യമുള്ള പറയാനുള്ളത്, ഈ സൊസൈറ്റിയുടെ നിയമങ്ങൾ, ബൈലോസ് എല്ലാം അമെൻഡ് ചെയ്യാൻ, ഒരുപാട് ബൈലോസ് എല്ലാം അമെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ബൈലോസ് എല്ലാം തോന്നിയ പോലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ചിലർ ഇന്നസെൻ്റ് ആയിരിക്കും, ഇന്നസെൻ്റ് അല്ല, അവർ വെറുതെ ഒപ്പിട്ട് കൊടുക്കും, പ്രസിഡൻറ്റോ സെക്രട്ടറിയോ പറയുന്ന പോലെ. അങ്ങനെ എത്ര എളുപ്പം ഇവർക്ക്, വളരെ എളുപ്പം ഇവർക്ക് ബൈലോസൊക്കെ അമെൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ബൈലോസൊക്കെ അമെൻഡ് ചെയ്ത് വേണ്ടാത്തതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സൊസൈറ്റിയിൽ തന്നെ ഔട്ട്സൈഡേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അവരെ ബൈലോ അമെൻഡ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ BSNL ഓഫീസേഴ്സിനുള്ള ആ സൊസൈറ്റിയിൽ മറ്റുള്ളവരെങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും? ആ അവസരം അങ്ങനെ അതൊക്കെ വളരെ ഒരുപാട് തട്ടിക്കാനുള്ള ലൂപ്പ് ഹോൾ, മറ്റുള്ളവരെയും കൂടെ, പുറത്തുള്ളവരെയും കൂടി പറ്റിക്കാനുള്ള ഒരു ലൂപ്പ് ഹോളാണ്. അതിനൊക്കെ തടയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു നിയമം എത്ര എളുപ്പം വരണം. അല്ലെങ്കിൽ അതുവരെ പുതിയ സൊസൈറ്റിയെങ്കിലും ഉണ്ടാവാൻ ഇടവരുത്തരുത്, പുതിയ സൊസൈറ്റി ആരംഭിക്കരുത്. ഇപ്പോൾ എന്തായാലും നേരത്തെ പോലെ ഇഴഞ്ഞു പോക്ക് മാറിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് പത്രവാർത്തകളിൽ കൂടി. ഇപ്പം നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സാറിനെ കണ്ടപ്പോഴും പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. നല്ലതായിട്ട് ഇപ്പം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വസ്തുവകൾ കണ്ടു കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടു കെട്ടിയാൽ തന്നെ ഇനി ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമുക്ക് പൈസ കിട്ടുന്നത് എന്നാണെന്ന് ഒന്നും അറിഞ്ഞുകൂടെ. എന്നാലും പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പ്രതീക്ഷയിലെല്ലാവരും ഇങ്ങനെ ജീവിക്കുകയാണ്. ഒന്ന് മാത്രമാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഈ സഹകരണ സംഘങ്ങളിലുള്ള ജനത്തിൻ്റെ വിശ്വാസം അത് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാവും. പക്ഷേ അതിനെതിരായിട്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും, അതായത് ഗവൺമെൻറ്റിനോടാണ് എനിക്കിത് പറയാനുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആണ് എനിക്ക് എൻ്റെ ആവശ്യം. ഞാൻ പറയുന്നത് സഹകരണ സംഘങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടം ശക്തമാക്കണം. അതിനുണ്ടാകുന്ന അപാകതകൾ എത്രയും വേഗം പരിഹരിക്കണം. ഇതിൽ ഒരു റിവ്യൂ സാധാരണ 5 വർഷം കൂടുമ്പോഴോ ബോർഡ് അംഗങ്ങളും ബൈലോസ് വ്യക്തമായിട്ട് ഗവൺമെൻറ് അതിൻ്റെ അറിഞ്ഞിരിക്കണം, ഇതിൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ച് നന്നായിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്മുടെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് പാഠമാക്കണം. മറ്റ് സഹകരണ സംഘങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കണം. ഇത് മറ്റുള്ളവരുടെ പൈസ തട്ടിയെടുത്താൽ ഇന്ന ശിക്ഷ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ള ഒരു വ്യക്തത മറ്റ് സഹകരണ സംഘങ്ങൾ കൂടെ പാഠമാകുന്ന രീതിയിലുള്ള നടപടിക്രമം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ പ്രതീക്ഷയുണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഒരായുസ് മുഴുവൻ ജോലി ചെയ്തതിൻ്റെ ആകെ സമ്പാദ്യമാണ് നിക്ഷേപങ്ങളായിട്ടത്. ഇപ്പോൾ അത്യാവശ്യം വന്നാൽ ആശുപത്രി ചെലവിന് പോലും കാശില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്ക് നഷ്ടമായ നിക്ഷേപത്തുക അടിയന്തരമായി തിരികെ കിട്ടുന്നതിനുള്ള സാഹചര്യമൊരുക്കേണ്ടത് സർക്കാരാണ്. എന്തായാലും ഇവർ ശുഭവിശ്വാസത്തിലാണ്. ശ്യാമസ്ധരൻ, മറുനാടൻ TV, തിരുവനന്തപുരം.